എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പ്രധാനമായിട്ടും 3 രാമാവതാരങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സാക്ഷാൽ ഭാർഗവരാമനായി ഈ കേരളത്തിൻ്റെയൊക്കെ ഉൽപ്പത്തിക്കൊക്കെ കാരണമായി നാം കണക്കാക്കുന്ന സാക്ഷാൽ പരശുരാമസ്വാമിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ ശ്രീരാമസ്വാമിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. വീണ്ടും ഒരു രാമാവതാരം കൂടി ഭഗവാൻ നാരായണൻ്റെതായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. അത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് ഭഗവാൻ പൂർണ്ണ രൂപത്തിൽ അവതരിച്ച സമയത്ത് ഭഗവാന്റെ അംശാവതാരമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്ന ബലരാമസ്വാമിയാണ്. മറ്റ് 2 ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും കഥേമമ്മയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു അധ്യായം മുതൽ കുറച്ച് ദിവസം നമ്മൾ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയുടെ കഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബലരാമസ്വാമിയുടെ അവതാരത്തിൻ്റെ കഥയാണ്. നമ്മൾ ദശാവതാരങ്ങളുടെ പാരമ്പര്യങ്ങൾ പറയുമ്പോൾ പല ആളുകൾക്കും ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ തന്നെ ഭഗവാന്റെ ഈ 8ാമത്തെയും 9ാമത്തെയും അവതാരങ്ങളെ കുറിച്ചിട്ടൊരു പ്രയാസം. പലയിടത്തും 8ാമത്തെ അവതാരമായിട്ട് ബലരാമസ്വാമിയെയും 9ാമത്തെ അവതാരമായിട്ട് കൃഷ്ണനെയും 10ാമത്തെ അവതാരമായിട്ട് കൽക്കിയാണ് കണക്കാക്കുക. എന്നാൽ ചില സമ്പ്രദായങ്ങളിൽ 8ാമത്തെ അവതാരമായിട്ട് കൃഷ്ണനെയും 9ാമത്തെ അവതാരമായിട്ട് ബുദ്ധനെയും 10ാമത്തെ അവതാരമായിട്ട് കൽക്കിയെയും കണക്കാക്കാറുണ്ട്. ഏത് രീതിയാണ് ശരി എന്നുള്ളതൊക്കെ ഓരോ രീതിക്ക്, ഓരോ സ്ഥലത്തിന് അവിടെയുള്ള ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാം. എങ്കിലും കേരളീയ പാരമ്പര്യത്തിന് നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മുടെ ദശാവതാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ അവതാരം തന്നെയാണ് ബലരാമസ്വാമിയുടെ അവതാരം. ആ അവതാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഭഗവാന്റെ അംശം, നാരായണൻ്റെ അംശം ഉള്ളതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകനായിട്ടുള്ള ഭഗവാന്റെ തൽപ്പമായിട്ട് എല്ലാ സമയവും ഭഗവാന്റെ കൂടെയുള്ള അനന്തൻ്റെ ആദിശേഷൻ്റെ അംശം കൂടി ബലരാമാവതാരത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അദ്ദേഹം തന്നെയാണ് രാമാവതാരം സമയത്ത് ഭഗവാന്റെ അനുജനായിട്ട് ലക്ഷ്മണനായിട്ട് ജനിക്കുന്നത്. കൃഷ്ണാവതാരം സമയത്ത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ജനിക്കുന്നു. പല ആചാര്യന്മാരും രസകരമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. രാമാവതാരം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് അടുത്ത അവതാരത്തിന് ഭഗവാൻ തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് അനന്തൻ ഭഗവാനോട് ചോദിച്ചു അത്രേ, ഭഗവാനെ, കഴിഞ്ഞ അവതാരത്തിൽ മുഴുവൻ അങ്ങയുടെ അനുജനായതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നത് കേട്ടാണ് മുഴുവൻ സമയവും എനിക്ക് അനുസരിക്കേണ്ടി വന്നത്. എന്നാൽ ഈ അവതാരത്തിൽ അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കുന്ന തരത്തിലേക്ക് മാറിയാൽ വലിയ സന്തോഷമായിരുന്നു എന്ന് അനന്തൻ ഭഗവാനോട് പറഞ്ഞു എന്നും, അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ പേടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ആ ബലഭദ്രസ്വാമിയുടെ മുമ്പിലാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും സുഭദ്രാഹരണം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാനും പറ്റും. അത്രയധികം സ്നേഹമായിരുന്നു ആ 2 സഹോദരന്മാർ തമ്മിൽ. അപ്പം എങ്ങനെയാണ് ഭഗവാന്റെ അവതാരം, ബലരാമ അവതാരം ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം എടുക്കുന്നതിന് തൊട്ട് മുമ്പായി ദേവകിയുടെ ഗർഭത്തിലേക്ക് ആദിശേഷന്റെ അംശത്തോടുകൂടി ഭഗവാന്റെ ചൈതന്യത്തെ സ്വാംശീകരിക്കുന്നു. എന്നാൽ ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെയും ക്രൂരനായിട്ടുള്ള കംസൻ അതിനെ ബലി കൊടുക്കും, അതിനെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ യോഗമായ ദേവിയെ വിളിച്ചുകൊണ്ട് ദേവിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ദേവകിയുടെ ഗർഭത്തിലുള്ള ആ ആദിശേഷന്റെയും തൻ്റെയും അംശത്തിലുള്ള ആ ബലരാമസ്വാമിയെ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ട് നന്ദഗോപർക്കൊപ്പം അമ്പാടിയിലുള്ള രോഹിണി എന്ന് വിളിക്കപ്പെടുന്ന പത്നിയുടെ ഉദരത്തിലേക്ക് മാറ്റാനായി ഭഗവാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ യോഗമായ ദേവിയോട് ഭഗവാൻ പറയുന്നുണ്ട്, അവിടെയുള്ള യശോദ എന്ന് വിളിക്കപ്പെടുന്ന ആ ഗോപസ്ത്രീയുടെ ഗർഭത്തിൽ യോഗമായ ദേവിയായിട്ടുള്ള അങ്ങും പ്രവേശിക്കണം എന്നാണ്. അങ്ങനെ ബലഭദ്രസ്വാമിയുടെ അംശത്തെ, അനന്തൻ്റെയും ഭഗവാന്റെയും അംശത്തെ ആ യോഗമായ ദേവി ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയും സ്വയം ദേവി തന്നെ യശോദയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ കംസൻ അറിയാണ് 7ാമത്തെ ഗർഭം, അതായത് ദേവകി ഗർഭിണിയായിരുന്നു, അവളുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി, ആ കുട്ടി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വാർത്ത കംസൻ അറിയാണ്.
അപ്പം അതിനെ കൊല്ലാതെ കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് കംസന് വന്നിട്ടുണ്ടാവുക. അത് ഭഗവാന്റെ ലീലയാണ്, ഭഗവാനാണ് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും മൂഢനായിട്ടുള്ള കംസന് ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ രോഹിണിയുടെ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന അനന്തൻ്റെയും നാരായണൻ്റെയും അംശത്തോടു കൂടിയിട്ടുള്ള ആ കുട്ടിയാണ് അക്ഷയ തൃതീയ ദിവസമാണ് ഭഗവാന്റെ അവതാരം. ആ രോഹിണിയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ ബലരാമനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും അക്ഷയ തൃതീയൊക്കെ തന്നെ നമ്മൾ മറ്റ് ചില അവസരങ്ങളുമായിട്ട് കണക്കാക്കിയാണ് ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ബലരാമാവതാരം ഉണ്ടായിട്ടുള്ള ദിവസമാണ് അക്ഷയ തൃതീയ. ആ ഒരു വശം കൂടി മനസ്സിലാക്കി അക്ഷയ തൃതീയ ആഘോഷിക്കണം നമ്മൾ എന്നൊരു എളിയ അഭ്യർത്ഥന കൂടെ ഭഗവാന്റെ അവതാരം സ്മരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. അങ്ങനെ ആ കുട്ടി ആ രോഹിണിയുടെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നു. അതിയായിട്ടുള്ള സൗന്ദര്യം, നല്ല കരുത്ത്, വളരെയധികം ഭംഗി ഒക്കെയുള്ള ആ കുട്ടിയെ പേരിടാനായിട്ട് യദുക്കളുടെ ആചാരനായിട്ടുള്ള ഗർഗ മഹർഷിയുടെ ഉള്ളിലേക്ക്, അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നന്ദഗോപര്. അപ്പോൾ ആ ഭഗവാന്റെ മുഖം കാണുന്ന സമയത്ത് ഇവൻ എല്ലാവരെയും രമിപ്പിക്കുന്നത് കൊണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ഇവനെ രാമൻ എന്ന് വിളിക്കാമെന്നും വളരെയധികം കരുത്തുള്ളവനായതുകൊണ്ട് ഇവനെ ബലൻ എന്ന് വിളിക്കാമെന്നും അങ്ങനെ പൊതുവിൽ ഇവനെ ലോകം ബലരാമൻ അല്ലെങ്കിൽ ബലഭദ്രൻ എന്ന പേരിലൊക്കെ തന്നെ അറിയപ്പെടും എന്ന് അവിടെ വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ഒരു പേര് കൊടുക്കുന്നത് ഗർഗാചാര്യർ. അങ്ങനെയാണ് ഭഗവാന്റെ ഏട്ടനായിട്ട് ആ ബലരാമസ്വാമിയുടെ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്. എപ്പോഴൊക്കെ കൃഷ്ണൻ എന്തൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നതായിട്ടുള്ള ലീലകൾ ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കൊണ്ടാടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഭഗവാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്യാനും ഭഗവാന്റെ കൂടെ ചർച്ചകളിൽ ഏർപ്പെടാനും എല്ലാ കാര്യങ്ങൾക്കും ബലരാമസ്വാമി ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം അദ്ദേഹം വന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. കർഷകരുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുധം തന്നെ ഹലമാണ്, കലപ്പയാണ്, ഒപ്പം തന്നെ മുസലം, ഒലക്ക. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ആയുധം. നമ്മുടെയൊക്കെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ആരാധനാ രീതിയിൽ കാർഷിക വൃത്തി അനുഷ്ഠിച്ചിരുന്ന എല്ലാ ആളുകളും ബലരാമസ്വാമിയെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ തന്നെ പൂർവ്വപിതാമഹന്മാരൊക്കെ തന്നെ ആരാധിച്ചിരുന്ന ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ഭഗവാൻ തന്നെ ആയിട്ടുള്ള ആ സാക്ഷാൽ ബലഭദ്രസ്വാമിയുടെ അവതാര കഥ ഇന്നേ ദിവസം സ്മരിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയതിൽ ഭഗവാനോട് നന്ദിയോടുകൂടി നമുക്കതിന് ഭഗവാനെ നമസ്കരിക്കാം. ബലരാമസ്വാമിയുടെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.